ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ്. കൃഷി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക കാണും. ഞാൻ എൻ്റെ പിറകിൽ പയർ ചെടിയൊക്കെ പടർന്ന് കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം നമ്മളെല്ലാവരും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു ചെടിയെങ്കിലും നടണമെന്നും അത് കൃഷി ചെയ്യണമെന്നും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാനും കൃഷി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ ഈ മുളകായാലും പയറായാലും ഏതൊരു ചെടിയായാലും ഒരുപാട് ട്രീറ്റ് ചെയ്ത് ഒരുപാട് കെയർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കാണ് അടുത്ത വിഷയങ്ങളുണ്ടാകുന്നത്. കീടങ്ങൾ, പലതരത്തിലുള്ള കീടങ്ങൾ മുളകിനെ ബാധിക്കുന്ന പ്രധാനമായിട്ടും വെള്ളീച്ച, മുഞ്ഞ, മുളകിലെ മുരടിപ്പ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് മുളകിനെ ബാധിക്കുന്ന രോഗങ്ങൾ. അപ്പോൾ വെള്ളീച്ചയ്ക്ക് മാത്രമാണെങ്കിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുത്താൽ മതി. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml വേപ്പെണ്ണ എടുത്തിട്ട് അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളീച്ചയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നീട് മുഞ്ഞയ്ക്ക് ഇതൊരു നല്ലൊരു പ്രതിവിധി തന്നെയാണ്. എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. എനിക്ക് വളരെയധികം അത് റിസൾട്ട് തന്നിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ നമ്മളെ മുരടിപ്പിന് ഞാൻ പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ കണ്ടും അല്ലാതെ ചുറ്റിനുള്ള ആൾക്കാർ പറയുന്നതായിട്ട് പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിട്ടും എൻ്റെ മുളക് ചെടി ഞാൻ വളരെ താല്പര്യത്തോടെ വളരെ കെയർ ചെയ്ത് വളർത്തിക്കൊണ്ടുവരും. അവരിങ്ങനെ ഇത്തിരി വലുതാവും, കായിടാറാവുമ്പോൾ അല്ലെങ്കിൽ കായിട്ടതിന് ശേഷം അവരിൽ കണ്ടുവരുന്നൊരു അസുഖമാണ് ഈ മുരടിപ്പ് കാണുമ്പോഴത്തേക്ക് നമുക്ക് അയ്യോ, ഞാൻ ആദ്യമൊക്കെ മണ്ട നുള്ളിക്കളയുമായിരുന്നു. മുരടിച്ച് വരുന്ന ഇലകളൊക്കെ നുള്ളിക്കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്യുമായിരുന്നു. പിന്നീട് കഞ്ഞിവെള്ളവും മഞ്ഞൾപ്പൊടിയും ചാരവും ചേർത്തിട്ട് 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചാരമൊക്കെ ചേർത്തിട്ട് അത് സ്പ്രേ ചെയ്യുമായിരുന്നു. ഒരു റിസൾട്ടും ഇല്ല. 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ നിൽക്കും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം വീണ്ടും അതേ കണക്ക് തന്നെ മുരടിപ്പ്, ഒരു രക്ഷയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ട് ഉള്ളിയുടെ തൊണ്ട് അരച്ച് ചേർത്തിട്ട് 1/2 ലിറ്റർ വെള്ളത്തിൽ 1 പിടി ഉള്ളിത്തൊലി അരച്ച് ചേർത്തിട്ട് അതൊരു ദിവസം നമ്മൾ കലക്കി വെക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു ബാഡ് സ്മെല്ല് വന്നതിന് ശേഷം നന്നായിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് പിന്നെ 1 ലിറ്റർ വെള്ളം ചേർത്ത് ഏകദേശം 1.5 ലിറ്ററോളം ഒരു സൊല്യൂഷനാക്കി എടുത്തിട്ട് നമുക്കത് മുളക് ചെടിയിലൊക്കെ സ്പ്രേ ചെയ്താൽ അത് മുരടിപ്പിന് ഒരു പരിഹാരമാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ഒരു താൽക്കാലിക പരിഹാരമായിട്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഒരു സൊല്യൂഷന് വേണ്ടി ഞാൻ അന്വേഷിച്ച് നടന്നപ്പോഴാണ് എൻ്റെ അടുത്തൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മരുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്ത് അപ്പോൾ നമുക്ക് നമ്മുടെ സൊല്യൂഷൻ എന്താണെന്നുള്ളതിലോട്ട് പോവാം. ഈ മുളകിലെ മുരടിപ്പ് മാറ്റാനായിട്ട് ഒരിക്കലും പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാനായിട്ട്, നമ്മുടെ മുളക് ചെടിക്ക് ആ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നതിലേക്ക് നോക്കാം. അതിലേക്ക് ഞാനിവിടെ 1 ലിറ്റർ സ്പ്രേയിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു മരുന്ന് ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. ഏകദേശം 2 ml എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന അടപ്പാണിത്. ഈ അടപ്പ് ഏറ്റവും താഴെയുള്ളത് 2.5 ml ആണ്. അപ്പം 2 ml ഏകദേശം നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് പറ്റും. 2.5 ml കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാനൊരു 2 ml എടുക്കുകയാണ്. 2 ml മരുന്ന് 1 ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ഒരിക്കലും മരുന്ന് എടുക്കുമ്പോഴും മുളകിനായാലും ഏതൊരു ചെടിക്കാണെങ്കിലും മരുന്നുകൾ എടുക്കുമ്പോഴത്തേക്ക് അധികം ആവരുത്. അത് പറയുന്നതിനേക്കാൾ ഒരു അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. കൂടിക്കഴിഞ്ഞാൽ അത് കേടാവുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനെപ്പോഴും 2 ml എന്ന് പറഞ്ഞാൽ ഒരിക്കലും 2.1 പോലും എടുക്കാനായിട്ട് നോക്കത്തില്ല. ഇപ്പോഴും നമ്മൾ ഈ 2 ml മരുന്ന് ഈ ഒരു ബോട്ടിലോട്ട് ഒഴിച്ചിട്ടുണ്ട്, 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഈ 2 പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരല്പം പോലും കൂടുതൽ എടുക്കാതെ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ചെടിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നതിന് കാരണമാവും. അതിപ്പോൾ നമ്മളൊരു മരുന്ന് കഴിക്കുന്നതാണെങ്കിലും നമ്മൾ മനുഷ്യർക്കൊരു മരുന്ന് അമിതമായിട്ട് കഴിച്ചത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് പമ്പ് ചെയ്തിട്ട് വേണം ഇതിലോട്ടൊന്ന് സ്പ്രേ ചെയ്യാനായിട്ട്. ഞാനിവിടെ നമ്മുടെ സൊല്യൂഷൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മുളകിൻ്റെ ഇലകളിലോട്ട് ഞാൻ തളിക്കാൻ പോവുകയാണ്. ഇതൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിന്നത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഇപ്പോൾ ഇവരൊക്കെ കണ്ടോ, ഇലയൊക്കെ ഒന്ന് മാറി മുരടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലോട്ടൊക്കെ പൂവിട്ട് തുടങ്ങിയതാണ്. അതാണ്ട് പൂവിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പൂവിട്ടൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും. അപ്പോൾ അത് ഒരു പ്രതിവിധിയാണ്, ഒരു സൊല്യൂഷനായിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇലകളിലൊക്കെ. ഈ ഒരു സ്പ്രേയർ വളരെ യൂസ്ഫുള്ളാണ്. നമുക്കിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്പ്രേയർ തന്നെയാണ്.
മറ്റൊരു മുളക് ചെടിയാണ്. ഇതിൽ ഈ 2 ഇലകൾ കണ്ടില്ല, അവസാനം വന്ന കുഞ്ഞിലകൾ കണ്ടില്ലേ, അത് മുരടിക്കാനുള്ളൊരു ലക്ഷണമാണ്. അപ്പോൾ നമുക്ക് അതിലോട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേ കണക്ക് തന്നെ നമ്മളിത് സ്പ്രേ ചെയ്യുന്നത് ഒരു വട്ടം സ്പ്രേ ചെയ്താൽ ഇത് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ സ്പ്രേ ചെയ്യണം. ഒരു 2-3 തവണ ഇങ്ങനെ ഒരു ചെടിയിൽ സ്പ്രേ ചെയ്താൽ പിന്നെ ഒരിക്കലും പിന്നെ ഒരു മുരടിപ്പിൻ്റെ ഒരു ശല്യം ഈ മുളകുകൾക്ക് ഉണ്ടാകത്തില്ല. പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കണം, വൈകുന്നേരങ്ങളിൽ മാത്രമേ സ്പ്രേ ചെയ്യാവൂ. മഴയുള്ള ദിവസം സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല, മഴ പെയ്ത് ഇതെല്ലാം ചെടിയിൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് സ്പ്രേ വൈകുന്നേരങ്ങളിൽ ചെയ്യണം. ഇതിൽ 2 ml മാത്രം 1 ലിറ്റർ വെള്ളത്തിൽ എടുക്കണം. അതൊക്കെ ശ്രദ്ധിച്ചു വേണം സ്പ്രേ ചെയ്യാനായിട്ട്. ഈ മുളക് ചെടി നിങ്ങൾ കാണുന്നുണ്ടാവും വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. അത് കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ ഒരു മുരടിപ്പിൻ്റെ സ്റ്റാർട്ടിങ് വന്നപ്പോഴത്തേക്ക് ഈ ഇലയൊക്കെ ഒന്ന് മുരടിച്ച് വന്നതായിരുന്നു, അതിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതാണ്. അതിപ്പം വളരെ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടില്ലേ, ഇതും വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന കണ്ടില്ലേ. ഇതൊക്കെ പൂവിട്ട് തുടങ്ങിയുണ്ടോ, മൊട്ട് വച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളവിന് ചേർക്കാനുള്ള നമ്മുടെ മുളവിൽ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മുളവിന് ചേർക്കേണ്ട പോട്ടിംഗ് മിക്സ്, മുളക് നടുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ട പോട്ടിംഗ് മിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഗ്രോ ബാഗിൽ ഒരു മണ്ണെടുക്കുമ്പോഴത്തേക്ക് അതേ അളവിന് മുളക് നടാനായിട്ട് നമ്മൾ എത്ര മണ്ണാണോ എടുക്കേണ്ടത്, ഞാൻ അങ്ങനെയാണ് നടുന്നത്, അതേ അളവിന് നമ്മൾ മണലെടുക്കണം. അതേ അളവിന് നമ്മൾ ചാണകപ്പൊടി എടുക്കണം. ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ കീടശല്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് നമ്മൾ ഡോളോമൈറ്റും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഗ്രോ ബാഗിലോട്ട് മണ്ണ് നിറച്ചിട്ട് അതിലോട്ട് മുളക് തൈ നമ്മൾ പിരിച്ച് നടാവുന്നതാണ്. പിരിച്ച് നടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് 1 പിടി ഡോളോമൈറ്റും 1 പിടി എല്ലുപൊടിയും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ പോട്ടിംഗ് മിക്സ് ഉണ്ടല്ലോ അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് മുളവിൻ്റെ വേരൊക്കെ മണ്ണിൽ ഫിക്സ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ ആദ്യത്തെ വളപ്രയോഗം നടത്താവുന്നതാണ്. ആദ്യത്തെ വളപ്രയോഗം എന്ന് പറയുന്നത് 1 പിടി വേപ്പിൻ പിണ്ണാക്കും 1 പിടി എല്ലുപൊടിയും ഒരല്പം നമ്മുടെ മണ്ണിലെടുത്തിട്ട് നമ്മുടെ മുളക് ചെടിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് പിന്നീട് വേറൊരു വളവും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ 1 മാസത്തിൽ 1 തവണ നമ്മുടെ ജൈവവളം കടകളിൽ മേടിക്കാൻ കിട്ടും, പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും. അത് ട്രീറ്റ് ചെയ്തതാണ്. അത് 1 പിടി നമ്മുടെ മുളക് ചെടിക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അത് വേരിൽ ചേർത്ത് ചെടിയിൽ ചേർത്തിട്ട് കൊടുക്കരുത്, ഒരുപാട് അകലത്തിലായിട്ട്. അതായത് നമ്മൾ ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ അല്ലെങ്കിൽ ചട്ടിയിലാണ് നടുന്നതെങ്കിൽ ഇതിന്നൊരു ഇച്ചിരി ദൂരത്തിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുളക് ചെടിയിലെ മണ്ണ് കണ്ടില്ലേ, ചുവട്ടിലെ മണ്ണ് എപ്പോഴും ഇങ്ങനെ ഇളക്കമുള്ളതായിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നടുമ്പോൾ മണ്ണ് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ഡെയിലിയും വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് മണ്ണ് കട്ട പിടിച്ച് പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മണ്ണൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം, കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾ വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കണക്കിന് ചട്ടിയിലായാലും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് വെള്ളം ഒഴിക്കുമ്പം ഒരിക്കലും നമ്മൾ ഓസ് ഉപയോഗിച്ചൊന്നും വെള്ളം ഒഴിക്കരുത്. നമ്മുടെ കപ്പിൽ കൈകൊണ്ട് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുകയാവാവൂ. ഇലകളിലും പ്രത്യേകിച്ച് വെള്ളം തളിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് മുളക് കൃഷിയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ടിപ്സുകൾ. അപ്പം മുളക് ചെടിയിലെ മുരടിപ്പ് മാറ്റാനായിട്ട് ഞാൻ ഉപയോഗിച്ച മരുന്നെന്ന് പറയുന്നത് ഇതാണ്. എൻകൗണ്ടർ എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാ അഗ്രോ ഷോപ്പുകളിലും നമുക്കിത് ലഭിക്കുന്നതാണ്. ഇത് നമ്മൾ 2 ml 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നന്നായി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കണം. വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യാവൂ. ഒരിക്കലും 2 ml എന്ന് പറയുന്നത് അല്പം പോലും കൂടുതലെടുക്കാൻ പാടുള്ളതല്ല. കുറച്ചെടുത്താലും അത് കുഴപ്പമുള്ളതല്ല, കൂടുതലെടുക്കരുത്. ഇതൊക്കെയാണ് എൻകൗണ്ടർ എന്നാണ് ഈ മരുന്നിൻ്റെ പേര്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മരുന്ന് തന്നെയാണിത്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ ടു ആൾ.